ഹലോ കൂട്ടുകാരെ, ബാസ് പ്ലസൻസിൻ്റെ +1 ഇംഗ്ലീഷ് ക്ലാസ് റൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതുപോലെ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത് റിവ്യൂ ഓഫ് എ സ്റ്റോറി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. അപ്പോൾ റിവ്യൂ ഓഫ് എ സ്റ്റോറി തയ്യാറാക്കണം. പല പരീക്ഷകളിൽ ചോദിച്ചാൽ ചില ചോദ്യങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ കൂടി നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന് 2 വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഈ ക്ലാസ്സിൽ ചെയ്യും. അടുത്തൊരു സെഷനായിട്ട് കൂടി ചെയ്യുമ്പോഴേ നമുക്ക് പൂർത്തിയാവുള്ളൂ. റിവ്യൂ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ഡിസ്കഷൻ ആവശ്യമാണ്. കാരണം ഏത് ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ളതും റിവ്യൂ നമുക്ക് ചോദിക്കാം. അതുകൊണ്ട് ഒരു സ്റ്റോറിയുടെ റിവ്യൂ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ജനറൽ അവയർനെസ് ഉണ്ടായിരിക്കൽ വളരെ അഭികാമ്യമാണ്. അതുകൊണ്ട് നമുക്കതിനെക്കുറിച്ചിട്ട് ഒരു സെപ്പറേറ്റ് ക്ലാസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിലായിരിക്കും അതിൻ്റെ റിവ്യൂവിൻ്റെ ആൻസർ വരുന്നത്. പക്ഷേ റിവ്യൂവുമായി ബന്ധപ്പെട്ട പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കണം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തവർ ഏത് സോഴ്സിൽ നിന്നാണ് കിട്ടുന്നതെങ്കിൽ അങ്ങനെ മേടിക്കാം. ഇന്ന് ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്ത ആളുകൾ മുൻകാലങ്ങളിൽ പഠിച്ചിറങ്ങിയ കുട്ടികളിൽ നിന്ന് മേടിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, +1ൻ്റെയും HSCയുടെയൊക്കെ ഒരേ സിലബസിലുള്ള ടെക്സ്റ്റ് ബുക്കുകളാണ്. അപ്പോൾ അത് VHSCയിലോ ഹയർ സെക്കൻഡറിയിലോ പഠിച്ച കുട്ടികളുടെ ആരുടെ ടെക്സ്റ്റ് ബുക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തവർ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്സ്റ്റ് പാഠഭാഗങ്ങളുടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ടെങ്കിലും ക്ലാസ് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ് ഡിസ്കഷനിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിൻ്റെ തന്നെ ഓരോ പേജിൻ്റെയും സൈഡിലായിട്ട് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ചില പാരഗ്രാഫുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിനെ തൊട്ടടുത്ത് കാണാം. നിങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് ആദ്യമായിട്ട് +1 ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷ് പരിചയപ്പെടുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പല ചാപ്റ്ററുകളിലും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാണാം. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ടെക്സ്റ്റിൻ്റെ ഒരു ഭാഗം ഡിസ്കഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് വായിച്ച് അതിൽ ഫോക്കസ് ചെയ്ത് അതിൻ്റെ ആൻസറുകൾ ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ നിങ്ങളുടേതായ ഒരു ആൻസർ മനസ്സിൽ കണ്ടെത്തിയിട്ട് വേണം നിങ്ങൾ ഈ ക്ലാസ് കേൾക്കാൻ. അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസറും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും തമ്മിൽ പൊരുത്തപ്പെട്ട് പോകുന്നില്ലേ, നിങ്ങളെ ക്ലാസ് ശരിക്കും മനസ്സിലാക്കി എന്നൊക്കെ നിങ്ങൾക്കും ബോധ്യമാവുകയുള്ളൂ. അതോടൊപ്പം നിങ്ങൾ ക്രിയേറ്റീവായിട്ട് നിങ്ങൾ തന്നെ എഴുതാൻ ശ്രമിക്കലാണ് അതിൻ്റെ ഏറ്റവും ശരിയായ രീതി. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ലാംഗ്വേജ് സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ ആൻസേഴ്സുകൾ സ്വന്തമായിട്ട് എഴുതി നോക്കുമ്പോഴാണ് നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ സ്വന്തമായിട്ടുള്ള ആൻസറുകൾ എഴുതി നോക്കിയ ശേഷം ഈ ക്ലാസ് കേൾക്കുക. ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നിങ്ങളുടെ ആൻസറുകളും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക. അതാണ് ഇംഗ്ലീഷ് പഠന രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഗുണം ചെയ്യുന്ന കാര്യം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വൈ വാസ് ദ യങ് സീകൾ അഫ്രൈഡ് ടു ഫ്ലൈ? എന്തുകൊണ്ടാണ് യങ് സീകൾ പറക്കാൻ പേടിച്ചത് എന്നുള്ളതാണ്. ദ യങ് സീകൾ, ഇതിൽ പല ക്വസ്റ്റ്യൻസിൻ്റെയും ഒരു ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ആൻസർ ഉണ്ടാവും. ഏത് ആൻസറും ചിലപ്പോൾ ശരിയായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദ യങ് സീകൾ വാസ് അഫ്രൈഡ് ടു ഫ്ലൈ ബിക്കോസ് ഹി ബിലീവ്ഡ് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം ടു ഫ്ലൈ ആൻഡ് ഹി വുഡ് ഫാൾ ഇൻ ടു ദ സീ ആൻഡ് ഡൈ. ശ്രദ്ധിക്കുക, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ എഴുതി തുടങ്ങാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിൽ നിന്ന് തന്നെ എഴുതി തുടങ്ങാം. അപ്പോൾ അതുണ്ടോ, വൈ വാസ് ദ യങ് സീകൾ അഫ്രൈഡ് ടു ഫ്ലൈ? ദ യങ് സീകൾ വാസ് അഫ്രൈഡ് ടു ഫ്ലൈ ബിക്കോസ്. അപ്പോൾ അതുവരെയും ക്വസ്റ്റ്യനിൽ നിന്നുള്ളതാണ്. ബിക്കോസ് എന്നുള്ളതാണ് പിന്നെ നമ്മളുടെ ആൻസർ തുടങ്ങുന്നത്. അപ്പോൾ ഇതൊക്കെ തുടക്കത്തിലായതുകൊണ്ടാണ് ഇങ്ങനെ വിശദമായിട്ട് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഹി ബിലീവ്ഡ് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം. അവൻ വിശ്വസിച്ചത് എന്താണ്? അവൻ്റെ വിങ്സ് ഒരിക്കലും പറക്കാൻ അവനെ സഹായിക്കില്ല, അല്ലെങ്കിൽ അവന് കഴിയില്ല എന്ന് വിശ്വസിച്ചിട്ട് അവന് പേടിച്ചിരുന്നു. ആൻഡ് ഹി വുഡ് ഫാൾ ഇൻ ടു ദ സീ ആൻഡ് ഡൈ. അങ്ങാനും അവന് പറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ താഴോട്ട് വീണാൽ എവിടേക്ക് എത്തുക? കടലിൽ വീണ് മരിക്കുമെന്ന് പേടിച്ചിട്ടാണ് പറക്കാതിരുന്നത്. വാട്ട് ഡിഡ് ദ പാരൻസ് ഡു ടു മോട്ടിവേറ്റ് ദ യങ് ബേർഡ് വെൻ ഇറ്റ് ഫെയിൽഡ് ടു മസ്റ്റർ അപ്പ് ഇനഫ് കറേജ് ടു ഫ്ലൈ? ധൈര്യം പറക്കാൻ ശ്രമിച്ചപ്പോഴും അതിന് കഴിയാതെ പോയപ്പോൾ പാരൻസ് എങ്ങനെയാണ് ഈ യങ് സീകളിനെ പറക്കാൻ മോട്ടിവേറ്റ് ചെയ്തത്, പ്രേരണ കൊടുത്തത് എന്നുള്ളതാണ്. ദ പാരൻസ് മോട്ടിവേറ്റഡ് ദ യങ് ബേർഡ് ടു ഫ്ലൈ ബൈ കോളിംഗ് ഹിം ലൗഡ്ലി ആൻഡ് എൻകറേജ്ഡ് ഹിം. ഇതൊക്കെ ടെക്സ്റ്റിൽ നിന്നുള്ള ഡയറക്റ്റ് ഭാഗങ്ങളാണ്. നമ്മൾ ടെക്സ്റ്റ് വളരെ വിശദമായി അനലൈസ് ചെയ്തതാണ്. എൻ്റെ കഴിഞ്ഞ 2 വീഡിയോസ് കേട്ട ആളുകൾക്ക് 2 പാർട്ടായിട്ട് നമ്മളത് ചെയ്തിരുന്നു. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ ആൻസറുകൾ വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൽ ചിന്തിക്കാൻ ശ്രമിക്കുക, ഇംഗ്ലീഷിൽ ആൻസർ എഴുതാൻ ശ്രമിക്കുക. നിങ്ങളുടേതായ ക്രിയേറ്റീവായിട്ടുള്ള ആൻസർ നിങ്ങൾ ആദ്യം എഴുതി വെക്കുക, എന്നിട്ട് ഈ വീഡിയോ കാണുക. ദ പാരൻസ് മോട്ടിവേറ്റഡ് ദ യങ് ബേർഡ് ടു ഫ്ലൈ ബൈ കോളിംഗ് ഹിം ലൗഡ്ലി ആൻഡ് എൻകറേജ്ഡ് ഹിം. അവനെ വിളിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു, ധൈര്യം കൊടുക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ പറക്കാൻ വേണ്ടിയിട്ട്. അറ്റ് ലാസ്റ്റ് ദേ സ്കോൾഡ് ആൻഡ് ത്രട്ടൺഡ് ഹിം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ചെയ്യാതായപ്പോൾ അവനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു, അവനെ ഭീഷണിപ്പെടുത്തി. നീ പട്ടിണിയാണെന്ന് മരിക്കേണ്ടി വരും, 1 വർഷം നിനക്ക് ഞങ്ങൾ
കൊണ്ടുവന്ന് തരില്ല എന്നുള്ള രീതിയിൽ സ്വയം ഇനീഷ്യേറ്റീവ് എടുത്തില്ലെങ്കിൽ. ഹൗ ഡിഡ് ദ പേരൻസ് സപ്പോർട്ട് ആൻഡ് എൻകറേജ് ദ യങ് സീഗൾസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ? തൊട്ടപ്പുറത്ത് ഇവനെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, തൊട്ടപ്പുറത്ത് പിന്നെ പാരൻസ് ഇവൻ്റെ ബ്രദേഴ്സും സിസ്റ്ററൊക്കെ പറക്കാൻ പഠിച്ചു. അപ്പോൾ പറക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ട്രെയിനിങ് അല്ലേ. അപ്പോൾ പാരൻസിനും ടീച്ചേഴ്സിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് റോളുകളുണ്ട് നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതിൽ. അപ്പോൾ നമ്മളുടെ റിയൽ ലൈഫും ഈ യങ് ബേർഡിൻ്റെ ജീവിതം തമ്മിൽ നിങ്ങൾ താരതമ്യം ചെയ്യണം. യങ് ബേർഡിനെ നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾ കാണണം. പിന്നെ യങ് ബേർഡിൻ്റെ പാരൻസിനെ സ്ഥാനത്ത് നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെയും നിങ്ങളുടെ ടീച്ചേഴ്സിനെയും കണ്ട് ഇതിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ പാഠത്തിൻ്റെ പ്രധാന സന്ദേശം എന്ന് പറയുന്നത്. ദ പാരൻസ് സപ്പോർട്ട് ആൻഡ് എൻകറേജ് ദ യങ് സീഗൾസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ബൈ ഫ്ലൈയിങ് വിത്ത് ദം. അവരുടെ കൂടെ ഒന്നിച്ച് പറക്കുന്നു, അവരുടെ പറക്കലിനെ പെർഫെക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ട്രൈങ് ടു പെർഫെക്റ്റ് ദം ഇൻ ദെയർ ആർട്ട് ഓഫ് ഫ്ലൈറ്റ്. ദേ ടോട്ട് ദം ഹൗ ടു സ്കിം ദ വേവ്സ്. തിരമാലകൾ വരുമ്പോൾ അതിലൂടെ എങ്ങനെ കൂടിയിട്ട് പിന്നെ നമ്മൾ പറന്ന് പോകണം, എങ്ങനെയാണ് ഒരു ഫിഷിനെ സ്പോട്ട് ചെയ്ത് പിടിക്കേണ്ടത് എന്നുള്ളതിനൊക്കെയുള്ള ട്രെയിനിങ് അവർ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നു. സൈറ്റ് ആൻ ഇൻസ്റ്റൻസ് വിച്ച് ഷോസ് ദ പാത്തറ്റിക് കണ്ടീഷൻ ഓഫ് ദ യങ് ബേർഡ്. ആ യങ് ബേർഡിൻ്റെ വളരെ ശോചനീയമായ അവസ്ഥ കാണിക്കുന്ന ഒരു ഉദാഹരണം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? കഴിഞ്ഞ 24 മണിക്കൂറായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. എല്ലായിടത്തും ഭക്ഷണത്തിന് വേണ്ടി സെർച്ച് ചെയ്തു. ഞാൻ ഇംഗ്ലീഷും മലയാളം കൂടി വായിക്കുന്നില്ല. നമുക്ക് നമ്മുടെ ക്ലാസ്സിൻ്റെ ദൈർഘ്യം, വീഡിയോയുടെ ദൈർഘ്യം കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളിതിൽ ആൻസറുകൾ വായിച്ചുകൊണ്ടിരിക്കുക, ഞാൻ അതിൻ്റെ ഒപ്പം അതിൻ്റെ വിശദീകരണം തന്നു പോവാം. അതായിരിക്കും നമുക്ക് ക്ലാസ് ഒന്നുകൂടി ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ നന്നാവുക. അവൻ എല്ലായിടത്തും അവന് വേണ്ട ഭക്ഷണത്തിന് അവന് തിരഞ്ഞു നോക്കി, ഒന്നും കിട്ടിയില്ല. പിന്നെ പ്രധാനപ്പെട്ട ഏതെങ്കിലും വാക്കുകളുടെ ഞാനും വീണ്ടും അതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം. യു ഹാവ് ടു നോ അറ്റ് ദ ഡ്രൈഡ് പീസസ് ഓഫ് എഗ്ഗ്. അവസാനം സ്വന്തം ജന്മം നൽകാൻ കാരണമായിട്ടുള്ള എഗ് ഷെല്ലിൻ്റെ പീസടക്കം അത് കഴിക്കേണ്ടി വന്നു. അത് കഴിച്ചപ്പോൾ അതിന് ഫീൽ ചെയ്തത് എന്താണ്? സ്വന്തം ശരീരം തന്നെ വിശന്നിട്ട് പറിച്ച് കഴിക്കുന്ന പോലെയാണ് അതിന് ഫീൽ ചെയ്തത്. ഹൗ ഡിഡ് ദ ബേർഡ് ട്രൈ ടു റീച്ച് ഇറ്റ്സ് പാരൻസ് വിത്തൗട്ട് ഹാവിങ് ടു ഫ്ലൈ? പറക്കാൻ അതിന് വയ്യ, എന്നാൽ പാരൻസിൻ്റെ അടുത്തേക്ക് എത്തും വേണം. അതിന് എന്തൊക്കെ ശ്രമങ്ങളാണ് അത് നടത്തി നോക്കിയതെന്നുള്ളതാണ്. അപ്പോൾ അതെന്ത് ചെയ്തു? അവിടെ നിൽക്കുന്ന ലെഡ്ജിൻ്റെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടി തത്തി കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പോയി നോക്കി. ഒരു എൻഡിൽ പോവും, എന്നിട്ട് അവിടുന്ന് മറ്റേ എൻഡിലേക്ക് പോവും. എങ്ങനെ ഒരു വലിയ ഗ്യാപ്പ് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് ഇതുപോലെ പാറക്കെട്ടിൻ്റെ മുകളിൽ പ്ലാറ്റൂവിലാണ് ആര് നിൽക്കുന്നത്? പാരൻസും സിബ്ലിങ്സൊക്കെ നിൽക്കുന്നത്. അങ്ങോട്ട് പോകാനുള്ള ആഗ്രഹത്തിലാണ്, കൊതിയിലാണ്. ട്രൈൻ ടു ഫൈൻഡ് സം മീൻസ് ഓഫ് റീച്ചിങ് ഹിസ് പാരൻസ്. എങ്ങനെയെങ്കിലും പാരൻസിൻ്റെ അടുത്തേക്ക് എത്തണം, എന്നാലോ വിത്തൗട്ട് ഫ്ലൈ, പറക്കാതെ എത്തണം. അപ്പോൾ ലെഡ്ജിൻ്റെ എല്ലാ സൈഡും എന്താണ്? കുത്തനെയുള്ള താഴ്ചയാണ്. ഷിയർ ഫാൾ ഓഫ് പ്രിസിപ്പിസ്. താഴോട്ട് നോക്കിയാൽ കടലാണ്, മേലോട്ട് നോക്കിയാൽ ആകാശം. അപ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞല്ലേ, ആ പാരൻസ് നിൽക്കുന്ന ഫ്ലാറ്റും ഇവ നിൽക്കുന്ന ഭാഗം തമ്മിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. അങ്ങോട്ട് പോകാൻ യാതൊരു മാർഗവും ഇല്ല. എന്തുകൊണ്ടാണ്? വൈ കുഡ് ദ സീഗൾ നോട്ട് സക്സീഡ് ഇൻ ഇറ്റ്സ് അറ്റംപ്റ്റ്? ഇതിൻ്റെ അറ്റംപ്റ്റ് എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത്? എന്തായിരുന്നു? ദ യങ് സീഗൾ ഫെയിൽഡ് ഇൻ ഇറ്റ്സ് അറ്റംപ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ആൻസർ എഴുതി തുടങ്ങാം. പരീക്ഷക്കൊക്കെ വെറുതെ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി വെക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് എഴുതി വെക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഉള്ളൊരു പരിഹാര മാർഗ്ഗമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങളുടെ ഒരു ആൻസറിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എഴുതി വെക്കുക, എന്നാലും കിട്ടും മാർക്ക്. അപ്പോൾ ദ യങ് സീഗൾ ഫെയിൽഡ് ഇൻ ഇറ്റ്സ് അറ്റംപ്റ്റ്. അതിൻ്റെ ശ്രമത്തിൽ അത് പരാജയപ്പെട്ടു പാരൻസിൻ്റെ അടുത്തേക്ക് എത്തുന്ന കാര്യത്തിൽ. കാരണം എന്താ? ദർ വാസ് നോ പാത്ത് ത്രൂ വിച്ച് ഹി കുഡ് വാക്ക് ആൻഡ് റീച്ച് ദം. നടന്നിട്ട് അങ്ങോട്ട് എത്താനുള്ള യാതൊരു മാർഗ്ഗമില്ല. പിന്നെ അവനോട്ട് പറക്കാൻ കഴിയില്ല. സിൻസ് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കാരണം എന്നുള്ള അർത്ഥത്തിലാണ്. ബിക്കോസ് ഓഫ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ സിൻസ് എന്നുള്ളത് ഉപയോഗിച്ചിട്ടുള്ളത്. ദർ വാസ് നോ അതർ ഓപ്ഷൻസ്, ഹി ഹാഡ് ടു സ്റ്റേ ബാക്ക്. അപ്പോൾ യാതൊരു ഓപ്ഷനും ഇല്ലാതെ അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു. ഡു യു തിങ്ക് ദാറ്റ് ദ യങ് സീഗൾസ് പാരൻസ് വെർ ക്രൂവൽ? പാരൻസ് ക്രൂവലാണെന്ന് തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും തോന്നിയോ? ഇല്ല. കാരണം എന്താ? പാരൻസിൻ്റെ ആഗ്രഹം എന്താണ്? അതിൻ്റെ മകനെ നന്നായി സ്വയം പര്യാപ്തമായിട്ട് കഴിയാൻ പ്രാപ്തനാക്കണം എന്നുള്ളതാണ്. അതിനുള്ള പ്രായം എത്തിയിട്ടുണ്ട്. അല്ലാതെ അവനോട് ക്രൂരത കാണിക്കുന്നത് അവനോട് ദയ ഉണ്ടായതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ നന്മ ആഗ്രഹിച്ചിട്ടാണ്. അപ്പോൾ അവരുടെ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു അവനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് പറക്കാൻ ശ്രമിക്കാൻ വേണ്ടിയിട്ട്. ക്യാൻ യു ജസ്റ്റിഫൈ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പാരൻസ്? പാരൻസിൻ്റെ ഈ ആറ്റിറ്റ്യൂഡിനെ ന്യായീകരിക്കാൻ പറ്റുമോ? അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റിഫൈ ചെയ്യാതിരിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്തെഴുതിയാലും ശരിയാണ്. നിങ്ങൾ അത് എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിച്ച ലാംഗ്വേജ് എന്താണ്, എങ്ങനെയാണ്, അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മാത്രമേ ഉത്തരത്തിൽ നോക്കുള്ളൂ. ദ പാരൻസ് വെർ റൈറ്റ് ഇൻ വാട്ട് ദേ വെർ ഡൂയിങ്. അപ്പം ഞാൻ എൻ്റെ ഒരു ആൻസർ എഴുതിയിരിക്കുന്നത് പാരൻസ് ചെയ്യുന്നത് ശരിയായിരുന്നു യങ് സീകളുടെ കാര്യത്തിൽ. കാരണം എന്താണ്?
ഈ ഒരു പ്രായമൊക്കെ ആകുമ്പോഴേക്കും പക്ഷികൾ എന്ത് ചെയ്യണം? സ്വയം പര്യാപ്തമാവണം, സ്വയം ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം, മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥ വരരുത്. അപ്പോൾ അവന് വേണ്ട കോൺഫിഡൻസ് കൊടുക്കാനുള്ള എല്ലാ പണി അവർ ചെയ്യുന്നുണ്ട് അല്ലേ? ഈ ഷുഡ് ലേൺ ടു ഫൈൻഡ് ഫുഡ് ഫോർ ഹിംസെൽഫ്. സ്വന്തമായി ഭക്ഷണം കണ്ടെത്തേണ്ട പ്രായമാണ് ഇപ്പോൾ. അവർ കണ്ടെത്തിയേ പറ്റൂ. ഇപ്പോൾ ഇത് പറയുമ്പോഴാണ് നമ്മൾ പല യൂറോപ്യൻ രാജ്യങ്ങളിലും വളരെ യങ് ഏജിൽ തന്നെ, ഇപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രായത്തുമ്പോൾ തന്നെ പല യൂറോപ്യൻ കൺട്രീസിലും കുട്ടികൾ സ്റ്റുഡൻസ് ജോലിക്ക് പോയി തുടങ്ങും. അപ്പോൾ ലേൺ ആൻഡ് ഏൺ രണ്ടും ഒന്നിച്ചാണ്. ഏൺ വൈൽ ലേണിംഗ്, പഠനവും ജോലിയും ഒന്നിച്ച് കൊണ്ടുപോകുന്ന ഒരു കൾച്ചറാണ് പല യൂറോപ്യൻ വെസ്റ്റേൺ കൺട്രീസിലും ഉള്ളത്. യുവർ പാരൻസ് സംടൈംസ് ബിഹേവ് ഇൻ ദ സെയിം മാനർ. ഇനി നിങ്ങളുടെ പാരൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അവർ ചിലപ്പോൾ ഇതുപോലെ നിങ്ങളോട് ഒരു വിട്ടുവീഴ്ചയില്ലാതെ വളരെ ആക്രോശത്തോടു കൂടി ക്രൂരമായിട്ടൊക്കെ ചിലപ്പോൾ നിങ്ങളോട് പെരുമാറാറുണ്ടാവും. അതിനർത്ഥം അവർക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്നാണോ? ഇത് നിങ്ങളോടുള്ള ക്വസ്റ്റ്യനാണ്. നിങ്ങൾ നിങ്ങളുടേതായ അനുഭവത്തിൻ്റെ സാക്ഷ്യത്തിൽ നിങ്ങളുടെ ആൻസർ എഴുതി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് പ്രോംപ്റ്റഡ് ദ യങ് സീഗൾ ടു ഫ്ലൈ ഫൈനലി. അവസാനം യങ് സീഗളിന് പറക്കേണ്ടി വന്നു. എന്താ കാരണം? അവൻ്റെ അമ്മ അവൻ്റെ വിളിക്ക് ഉത്തരം നൽകി ഒരു കഷ്ണം മീനുമായിട്ട് അവൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ വളരെയധികം പ്രതീക്ഷയിലായിരുന്നു. കാരണം 24 മണിക്കൂർ അധികമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. പക്ഷേ അമ്മ എന്താ ചെയ്ത്? തൊട്ടടുത്ത് വന്ന്, നിങ്ങൾ ആ ചിത്രത്തിൽ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചിത്രം ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ തൊട്ടടുത്ത് വന്ന് അവിടെ നിന്നു. അപ്പോൾ ഇവന് ഭയങ്കര നിരാശ തോന്നി, അതിലേറെ വിശപ്പും. ഈ നിരാശയും വിശപ്പും ഒക്കെ കൂടി എന്താണ്? നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറയാറുണ്ട് അല്ലേ? നമ്മളുടെ ഓരോ ആവശ്യകതകളാണ് നമ്മൾ പലതും കണ്ടെത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള നെസസിറ്റി ആയിരുന്നു എന്ത്? ഭക്ഷണം കിട്ടാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല, അതിന് എന്തും ചെയ്യാന്നുള്ളത്. എന്തും ചെയ്യുന്ന കടന്ന കൈയായിരുന്നത് അമ്മയുടെ ബീക്കിലിരിക്കുന്ന ആ ഫിഷ് പീസിലേക്ക് ഒരൊറ്റ ചാട്ടം. അമ്മ അങ്ങോട്ട് വഴി മാറി കൊടുത്തു, നേരെ താഴോട്ട് കിടക്കുന്നു. ആൻഡ് ഫെൽ ഡൗൺ ടു ദ ഓപ്പൺ സ്പേസ്. അപ്പോൾ പിന്നെ രക്ഷപ്പെടാൻ എന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ അതൊക്കെ ചെയ്യും. സ്വന്തം ചിറകളിട്ട് അടിക്കാൻ തുടങ്ങി. അപ്പോൾ അതിന് മനസ്സിലായി അതിന് പറക്കാനുള്ള കഴിവുണ്ടായിരുന്നു എന്നുള്ളത്. വൈ വാസ് ദ യങ് ബേർഡ് ടെറിഫൈഡ്? ആദ്യം അത് ആകെ പേടിച്ചു അല്ലേ? എന്നിട്ട് പിന്നെ പേടി എങ്ങനെയാണ് ഓവർകം ചെയ്തത്? മാഡൻഡ് ബൈ ഹങ്കർ. വിശപ്പ് കാരണം ഭ്രാന്തായിട്ടാണ് അത് ആ ഫിഷിൻ്റെ പീസിലേക്ക് ഒറ്റ ചാട്ടം അങ്ങ് ചാടിയത്. ആ ചാടി താഴോട്ടാണ് വീണപ്പോഴാണ് അതിന് മനസ്സിലായത് അതിൻ്റെ ചിറകിട്ടടിച്ചപ്പോൾ അതിന് പറക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത്. ഈ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഇൻസിഡൻറ്റ്, അൺഎക്സ്പെക്റ്റഡ് ഇൻസിഡൻറ്റ് ആദ്യം അവനെ പേടിപ്പിച്ചു അല്ലേ? അവൻ്റെ ഹാർട്ടൊക്കെ ആകെ സ്റ്റുഡ് സ്റ്റിൽ, ഒരു നിശ്ചലമായി ഒരു നിമിഷ നേരത്തേക്ക്. തൊട്ടടുത്ത നിമിഷം തന്നെ അവൻ്റെ വിങ്സ് ചിറകിട്ട് അടിക്കാൻ തുടങ്ങിയപ്പോൾ അവന് മനസ്സിലായി അവൻ്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ കാറ്റ് വന്ന് അടിക്കുന്നതും അവൻ്റെ ഓരോ ഭാഗത്തേക്കും അവനിങ്ങനെ പറക്കുമ്പോൾ കാറ്റ് വന്ന് അടിക്കുന്നത് ആദ്യമായിട്ട് ജീവിതത്തിൽ അനുഭവിച്ചപ്പോൾ അവന് മനസ്സിലായി എനിക്കും പറക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളത്. അപ്പോൾ ചില ഇന്നോവേറ്റബിൾ സിറ്റുവേഷൻസ് വേണ്ടി വരും ചിലപ്പോൾ നമ്മളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കാൻ. അങ്ങനെ മനസ്സിലാക്കി എന്ത്? ഞാനിപ്പോൾ വീഴല്ല, ഞാനിപ്പോൾ പറന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് തിരിച്ചറിവ് അപ്പോഴാണ് ഉണ്ടായത്. എങ്ങനെയാണ് ഫാമിലി? പല ക്വസ്റ്റ്യൻസും ഇങ്ങനെ ആവർത്തന സ്വഭാവമുള്ള പല രീതിയിൽ തിരിച്ചു മറിച്ചും ചോദിക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് ഈ വീഡിയോ കണ്ടിട്ടാണ് ആൻസർ എഴുതി വെക്കുകയല്ല. ഇതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് സ്വന്തമായിട്ട് കണ്ടെത്താൻ ശ്രമിച്ചിട്ട് ആ എഴുതി വെച്ച ആൻസറും ഇതും തമ്മിൽ താരതമ്യം ചെയ്താലുള്ളൂ നിങ്ങളുടെ ലാംഗ്വേജും ഡെവലപ്പ് ചെയ്യുള്ളൂ. ഈ സ്റ്റോറിയിൽ കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് സ്വയം ഉണ്ടാവും ചെയ്യുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ ദ ഫാമിലി സപ്പോർട്ട് ദ സീകൾ. എങ്ങനെയാണ് ഫാമിലി മൊത്തത്തിൽ സീകളിനെ സപ്പോർട്ട് ചെയ്തതെന്നുള്ളതാണ്. അപ്പോൾ അവൻ പറക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? എല്ലാവരും ചുറ്റും വന്നു അല്ലേ? മദർ വന്നു, ഫാദർ വന്നു അല്ലേ? അവർ സന്തോഷം കൊണ്ടുള്ള ആ ഒരു ശബ്ദം അവരുണ്ടാക്കി അവരുടെ കൂടെ ഒന്നിച്ച് പറന്നു. പിന്നെ he saw his 2 brothers and sister flying around him. എല്ലാവരും അവൻ്റെ ചുറ്റും പറന്ന് തത്തി കളിച്ചു. Why couldn't the young seagull stand on the green sea? ആ ഗ്രീൻ സീയിൽ പോയിട്ട് നിൽക്കാൻ നോക്കിയപ്പോൾ നടന്നോ? ഇല്ല. എന്താ കാരണം? അതിൻ്റെ കാല് താഴോട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ ആദ്യം അതൊന്ന് പേടിച്ചു. പിന്നെ അതിന് മനസ്സിലായി എന്ത്? അതിൻ്റെ ബെല്ലി പാർട്ട്, വയറിൻ്റെ ഭാഗം വെള്ളത്തിൽ ടച്ച് ചെയ്തപ്പോൾ പിന്നെ മുങ്ങിയില്ല. കാരണം എന്താ? ആ പക്ഷി അങ്ങനെയാണ് പക്ഷിയുടെ സൃഷ്ടിപ്പ്, അത് വെള്ളത്തിൽ മുങ്ങൂല. അങ്ങനെ അതവിടെ പാറി നിന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഒരു ഓപ്പൺ ക്വസ്റ്റ്യനാണ്. നിങ്ങൾ നിങ്ങളുടേതായ ആൻസർ എഴുതാം. ഡു യു തിങ്ക് ദാറ്റ് ദ ബേർഡ്സ് പാരൻസ് ലവ്ഡ് ഹിം? വൈ? ആ പാരൻസിന് ആ പക്ഷിയോട് സ്നേഹം ഉണ്ടായിരുന്നോ ഇല്ലയോ? എന്തുകൊണ്ടാണ്? നിങ്ങൾ നിങ്ങളുടേതായ ഒരു ആൻസർ പറയാതെ എന്തുകൊണ്ടെന്നുള്ളത് ജസ്റ്റിഫൈ ചെയ്യുക. അത് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു പേജ് നമ്പർ 13 ആക്ടിവിറ്റി 1 എന്ന് പറഞ്ഞിട്ടുണ്ട്, റീഡ് ആൻഡ് റെസ്പോണ്ട്. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ ചാപ്റ്ററിൻ്റെയും മിക്കവാറും ഇത് ചാപ്റ്റർ പാഠഭാഗം കഴിഞ്ഞാൽ ഇങ്ങനെ ആക്ടിവിറ്റി 1, 2, 3 എന്ന് പറഞ്ഞിട്ട് സ്ട്രക്ചർ ചെയ്തിട്ട് വിവിധ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. തിങ്ക് ആൻഡ് റൈറ്റ് ഉണ്ടാവും, റീഡ് ആൻഡ് റെസ്പോണ്ട് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്താണ്? വാട്ട് ഈസ് ദ തീം ഓഫ് ദ സ്റ്റോറി? നമ്മൾ
ചാപ്റ്ററിൻ്റെ ഡിസ്കഷൻ തുടങ്ങിയ ഫസ്റ്റ് സെക്കൻഡ് മുതൽ പറയാൻ തുടങ്ങിയാണ് ഇതിൻ്റെ തീം എന്താണെന്നുള്ളത്. എന്താണ്? ബിൽഡിംഗ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് റിലയൻസ്. പിന്നെ വാട്ട് ഡു യു തിങ്ക് ഈസ് ദ റിയൽ ക്രൈസിസ് ഫേസ്ഡ് ബൈ ദ യങ് ബേർഡ്? യങ് ബേർഡ് നേരിട്ട യഥാർത്ഥ ക്രൈസിസ് എന്തായിരുന്നു? അതിൻ്റെ വിശപ്പും അതിന് പറക്കാനുള്ള പേടിയും. വാട്ട് ഈസ് യുവർ ഇംപ്രഷൻ ഓഫ് ദ റിയാക്ഷൻ ഓഫ് ദ പാരൻസ് ഇൻ ദ സ്റ്റോറി? ഈ സ്റ്റോറിയിൽ പാരൻസിന് യങ് സീകളിലുണ്ടായിരുന്ന പ്രതികരണത്തിൽ നിങ്ങൾക്ക് തോന്നിയത് എന്താണ്? ഇതൊക്കെ ഇപ്പം നേരത്തെ ചോദിച്ച ചോദ്യങ്ങളുടെയൊക്കെ ഒരു മോഡിഫൈഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസറൊന്നും ഞാൻ ഇനി വീണ്ടും ആവർത്തിച്ചിട്ട് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. ആ ആൻസർ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക, എഴുതിയെടുക്കുക. അപ്പോൾ ഇതിൽ പരിചയമില്ലാത്ത വാക്കുകളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതും അർത്ഥം പറഞ്ഞതായിട്ടുള്ള വാക്കുകൾ തന്നെയുള്ളൂ. അപ്പോൾ ഇതിൽ സിബ്ലിങ്സ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിന് ഒന്നിച്ചുള്ള ഒരു ഒറ്റ വാക്കാണ് എന്ത്? സിബ്ലിങ്സ് എന്നുള്ളത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നീഡ് ഓഫ് ദ അവർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രത്യേക സമയത്തെ അനിവാര്യമായിട്ടുള്ള കാര്യം. ഇനി നിങ്ങളിവിടെ കാണുന്നത് നമ്മളൊരു റിവ്യൂ, ഒരു സ്റ്റോറിയുടെ അല്ലെങ്കിൽ ഒരു ഡ്രാമയുടെ അല്ലെങ്കിൽ ഒരു ഫിലിമിൻ്റെ ഒക്കെ റിവ്യൂ തയ്യാറാക്കുമ്പോൾ അതിൽ വേണ്ട പോയിന്റുകളാണ് ഇതൊക്കെ. ഇത്രയും പോയിന്റുകൾ ഇപ്പോൾ ഇവിടെ പറയുന്നത് കണ്ടോ? ഐഡൻറ്റിഫൈ ദ വേർഡ്സ് ഓർ എക്സ്പ്രഷൻസ് യൂസ്ഡ് ഇൻ ദ സ്റ്റോറി. ഈ സ്റ്റോറിയിൽ ഉപയോഗിച്ച എക്സ്പ്രഷൻസ്, വേർഡ്സ് ഒക്കെ കണ്ടെത്താൻ, എന്നിട്ട് ലിസ്റ്റ് ചെയ്യാൻ. എന്തിനാണ് ഉപയോഗിച്ചത്? ടു എക്സ്പ്രസ് തോട്ട്സ്, ചിന്തകൾ എക്സ്പ്രസ് ചെയ്യാൻ, ഒരാളുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം, സമീപനത്തെക്കുറിച്ച്, മൂവ്മെൻറ്റ്സ്, നീക്കങ്ങൾ, പിന്നെ അളക്കങ്ങൾ എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ സൗണ്ട്സ്, ശബ്ദത്തെ സൂചിപ്പിക്കുന്ന ഇമോഷൻസ്, കഥാപാത്രങ്ങളുടെ വൈകാരിക തലങ്ങൾ എന്തൊക്കെയായിരുന്നു, അപ്പിയറൻസ്, അവരുടെ പ്രത്യക്ഷത്തിൽ അവരെ കാണുമ്പോൾ എങ്ങനെയാണ് എന്നുള്ള അവരുടെ ഡിസ്ക്രിപ്ഷൻസ്, അല്ലെങ്കിൽ സ്ഥലങ്ങളുടെ ഡിസ്ക്രിപ്ഷൻസ്, കാലാവസ്ഥയുടെ ഡിസ്ക്രിപ്ഷൻസ്, ഇങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള ഈ ഒരു ഓരോ പോയിന്റിൻ്റെയും ഫോക്കസിൽ ഒരു സ്റ്റോറിയെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ പോയിന്റുകൾ കിട്ടും. ഇതിന് ക്രോഡീകരിച്ച് പാരഗ്രാഫുകളാക്കി എഴുതിയാൽ നിങ്ങളൊരു റിവ്യൂവിൻ്റെ ഒരു 3/2 ഭാഗം ആകും. പിന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു ഇൻട്രോ, അതുപോലെ ആ ഒരു എഴുതുന്ന സ്റ്റോറി ഏതാണോ അതിൻ്റെ ഒരു സമ്മറി ആയിക്കഴിഞ്ഞാൽ റിവ്യൂ ആയി. റിവ്യൂവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, നമ്മൾ വിശദമായിട്ട് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു റിവ്യൂ തയ്യാറാക്കുന്നതിൻ്റെ ഒരു എൻട്രിയും കൂടിയാണിത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഇത് ഓരോന്നിനും സബ് ഹെഡിങ് കൊടുത്തിട്ട് അതിൻ്റെ താഴെ പിന്നെ അതിൻ്റെ കീഴിൽ വരാവുന്ന പോയിന്റുകൾ, ഇപ്പോൾ ഇതൊക്കെ ക്രോസ് ചെയ്യും കേട്ടോ. ഈ പോയിന്റുകളൊക്കെ ചിലതിൽ ആവർത്തിച്ചിട്ടുണ്ടാവും. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. എനിക്ക് ഫീൽ ചെയ്തത് ഞാനാണ് എഴുതി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങളും ആൻസറുകളും ഉണ്ടാവും, അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ തോട്ട്സ്, ഇനി അതൊന്നും വായിക്കുന്നില്ല. ഇതിൽ പരിചയമില്ലാത്ത വാക്കുകളുണ്ടെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്തി തരാം, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോട്ട് ചെയ്ത് വെക്കുക. ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് സീ എന്ന് പറഞ്ഞാൽ അതിവിശാലമായിട്ടുള്ള കടൽ. ആറ്റിറ്റ്യൂഡ്, ഡെസ്പറേറ്റ് പറഞ്ഞാൽ നിരാശ. മസ്റ്റർ അപ്പ് കറേജ് പറഞ്ഞാൽ എന്താ? ധൈര്യം സംഭരിക്കുക. സ്കോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുക. ത്രട്ടണിങ്, ഭീഷണിപ്പെടുത്തുക. ലാഫറ്റ് എന്ന് പറഞ്ഞാൽ, ലാഫ് എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കുക എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. ലാഫറ്റ് എന്ന് പറഞ്ഞാൽ പരിഹസിച്ച് ചിരിക്കുന്നതിനാണ് ശരിക്കും ലാഫറ്റ് എന്നുള്ള ഫ്രേസൽ വെർബ് ഉപയോഗിക്കുന്നത്. കൗഡിസ് എന്ന് പറഞ്ഞാൽ ഭീരുത്വം, പ്രൈസ് എന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുക. ഇനി സൗണ്ടുകളെ സൂചിപ്പിക്കുന്ന വേർഡ്സ് അല്ലേ? കോൾഡ് ഹിം ശ്രില്ലി, എ പ്രൗഡ് കാക്കിൾ, ഗാ 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 ഗോൾ ഗൂ, ജോയ്ഫുൾ സ്ക്രീം, ശ്രീക്കിംഗ്, ശ്രില്ലി, എറ്റ്സെട്ര. ഇതൊക്കെ അതിനുള്ള ഉദാഹരണങ്ങളാണ്. ഇനി ഉണ്ടാവും കേട്ടോ. ഇത് കുറച്ച് ഭാഗങ്ങളിൽ നിന്ന് ഞാനിങ്ങനെ അടർത്തിയെടുത്ത വേർഡ്സ് മാത്രമേ ഉള്ളൂ. ഇനി മൂവ്മെൻറ്റ്സിനെ സൂചിപ്പിക്കുന്ന ഇഷ്ടംപോലെ വേർഡ്സ് ഉണ്ട് അല്ലേ? ഇഷ്ടംപോലെ എക്സ്പ്രഷൻസ് ഉണ്ട്, സെൻറ്റൻസുകളുണ്ട്. റാൻ ടു ദ ബ്രിങ്ക്, ഫ്ലാപ്പ് ദെയർ വിങ്സ്, ഫ്ലൂ അവേ, സ്കിം ദ വേവ്സ്, ഡൈ ഫോർ ഫിഷ്, ട്രോട്ടഡ് ബാക്ക് ആൻഡ് ഫോർത്ത്. ട്രോട്ടഡ് എന്താ? ഒരു ജമ്പിങ് രീതിയിലുള്ള നടത്തം, അതിനാണ് ട്രോട്ടഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ബാക്ക് ആൻഡ് ഫോർത്ത് ആണ് മുന്നോട്ടും പിന്നോട്ടും. റീനിങ് എന്ന് പറഞ്ഞാൽ ക്ലീനിങ്. അടുത്തത് ഇമോഷൻസ്, ജോയ്ഫുൾ, അഫ്രൈഡ്, പ്രൗഡ്, കവേർഡീസ്, ഫെൽറ്റ് ദ ഹീറ്റ്, പ്ലെയിൻറ്റീവ്ലി പറഞ്ഞാൽ സങ്കടത്തോടുകൂടി, സോറോഫ്ലി എന്നൊക്കെയാണ് അർത്ഥം. എബിറ്റ് ഡിസി പറഞ്ഞാൽ തലകറക്കം അനുഭവപ്പെടുക എന്നൊക്കെയാണ് അർത്ഥം. അടുത്തത് അപ്പിയറൻസസ്, സ്റ്റെപ്പിംഗ് ഡെയിൻഡലി, വിങ്സ് മോഷൻലെസ്, ഹാർട്ട് സ്റ്റുഡ് സ്റ്റിൽ, ഫ്ലാപ്പിംഗ് വിങ്സ്, വൈറ്റ് ബ്രസ്റ്റ് ത്രസ്റ്റ് ഫോർവേഡ്, എക്സെട്ര. പിന്നെ മറ്റ് ഡിസ്ക്രിപ്ഷൻസ്. ഇത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ് വേറെ അവിടെ കാണാൻ കഴിയും.
ഡു യു തിങ്ക് സച്ച് എക്സ്പ്രഷൻസ് മേക്ക് ദ നാരറ്റീവ് മോർ ഇഫക്റ്റീവ് ആൻഡ് എൻഗേജ് യുവർ ഇൻട്രസ്റ്റ് ആൻഡ് അറ്റൻഷൻ? നിങ്ങൾക്ക് ഈ സ്റ്റോറി വായിക്കുമ്പോൾ കൂടുതൽ അറ്റൻഷനോട് കൂടി കൂടുതൽ താല്പര്യത്തോടെ ഇത് വായിക്കാൻ ഇത്തരത്തിലുള്ള എക്സ്പ്രഷൻസ് നിങ്ങളെ സഹായിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള എക്സ്പ്രഷൻസ് ഇഫക്റ്റീവായിട്ട് റൈറ്റർ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. യു ക്യാൻ എഗ്രി ഓർ ഡിസഗ്രി. എൻ്റെ ആൻസറിൽ ഞാൻ എഗ്രി ചെയ്തിരിക്കുകയാണ്. യെസ്, ഐ തിങ്ക് സച്ച് എക്സ്പ്രഷൻസ് മേക്ക് ദ നാരറ്റീവ് മോർ ഇഫക്റ്റീവ് ആൻഡ് എൻഗേജ് അവർ ഇൻട്രസ്റ്റ് ആൻഡ് അറ്റൻഷൻ. അത്രയേ ഉള്ളൂ. What is the message of the story? The message of the story is that we have to be courageous. ധൈര്യമുള്ളവരായിരിക്കണം, ബോൾഡായിരിക്കണം. അതൊക്കെ അർത്ഥം സെയിം തന്നെയാണ്. കോൺഫിഡൻ്റ് ആവണം, സെൽഫ് ഡിപ്പെൻഡൻ്റ് ആവണം. എനിത്തിങ് ഈസ് പോസിബിൾ ഇഫ് യു ട്രൈ ഫോർ ദാറ്റ്. നമ്മൾ എന്തെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാവണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിവ്യൂ നമ്മൾ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ അഡീഷണലായിട്ട് 2 ക്വസ്റ്റ്യൻസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചിലപ്പോൾ സീകളുടെ മദറിൻ്റെയോ ക്യാരക്ടർ സ്കെച്ച് ചിലപ്പോൾ നിങ്ങളോട് ചോദിച്ചേക്കാം. അപ്പോൾ അതിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഒരു സമ്മറി. നിങ്ങൾ പഠനത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്, പഠനം മുന്നോട്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചുരുങ്ങിയത് ഈ ഒരു കൊടുത്തിരിക്കുന്ന സമ്മറി, ഏറ്റവും മിനിമം രൂപത്തിലുള്ള ഈ കഥയുടെ സമ്മറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ സമ്മറി മനസ്സിലാക്കുക. ഈ സമ്മറി ഞാൻ വായിച്ച അർത്ഥം പറഞ്ഞുതരാം. നിങ്ങളത് മനസ്സിലാക്കി വെക്കുക, പഠിച്ചു വെക്കുക. അത്രയും ബുദ്ധിമുട്ടുള്ള ആളുകൾ എന്ത് ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും എഴുതാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക. ഇത് ഈസ് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് എന്നുള്ള സ്റ്റോറി എന്നുള്ളതാണ് ചോദ്യമാണെന്ന് അറിയാം, പക്ഷേ എന്താണ് ഉത്തരം എന്നുള്ളത് ഒന്നും അറിയില്ല. അറിയില്ലെങ്കിൽ ചുരുങ്ങിയത് ഈ പറഞ്ഞ 15-16 സെൻറ്റൻസ് ഉണ്ട്, അതെങ്കിലും ഒന്നും എഴുതി വെക്കുക. അവിടെ നിങ്ങൾക്ക് പകുതി മാർക്ക് കിട്ടാൻ ഒരു പക്ഷേ അത് മതിയാവും. അപ്പോൾ ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് എ യങ് സീകൾ. ഒരു യങ് സീകളുടെ കഥയാണ് ഇതിൽ പറയുന്നത്. ഈ വാസ് അഫ്രൈഡ് ടു ഫ്ലൈ. അതിന് പറക്കാൻ പേടിയായിരുന്നു, അതിന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല, ധൈര്യം ഉണ്ടായിരുന്നില്ല. അതാണ് അത് അവിടെ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. അത് ഒരു വലിയ ക്രൈസിസിലായിരുന്നു, കാരണം അതിന് പറക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. ഹിസ് ഫാമിലി എസ്പെഷ്യലി മദർ ഗേവ് ഹിം കോൺഫിഡൻസ് ടു ഫ്ലൈ. അവൻ്റെ കുടുംബം മൊത്തം, പ്രത്യേകിച്ചും മദർ, അവന് ധൈര്യം നൽകാൻ, ആത്മവിശ്വാസം നൽകാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എവറി ചൈൽഡ് നീഡ്സ് കറേജ് ആൻഡ് സപ്പോർട്ട് ഇൻ ഹിസ് ലൈഫ്. ഏതൊരു കുട്ടിക്കും, ഏതൊരു ജീവിയുടെ കുട്ടിക്കാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഓരോ സമയത്തും അതിൻ്റെതായ ധൈര്യം നൽകലും സപ്പോർട്ട് നൽകലൊക്കെ ആവശ്യമാണ്. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു സപ്പോർട്ട് എവരി വൺ. എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. ഒരു പാരൻറ്റ് മകനെ, കുട്ടിയെ, അല്ലെങ്കിൽ ടീച്ചർ, ഒരു സ്റ്റുഡൻറ്റിന് മാത്രമല്ല, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പ്രകടിപ്പിക്കുമ്പോഴും സപ്പോർട്ട് ചെയ്യേണ്ടവരാണ്. ദിസ് ഈസ് എ ഗുഡ് ലെസൺ ടു ആൾ പാരൻസ്. ഇത് എല്ലാവർക്കുമുള്ള ഒരു പാരൻസിന് പ്രത്യേകിച്ചുമുള്ള ഒരു വലിയ പാഠമാണ്. ഇനി അടുത്ത ഇവിടെ ക്യാരക്ടർ സ്കെച്ചാണ്. ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാനുള്ള സാധ്യത തള്ളിക്കളയണ്ട. യങ് സീകളുടെ ക്യാരക്ടർ സ്കെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മദർ സീകളുടെ ക്യാരക്ടർ സ്കെച്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലേ, ഇപ്പം നമ്മൾ പറഞ്ഞ് നിങ്ങൾ ഏകദേശം ഈ ഒരു ചാപ്റ്റർ തറോ ആയിട്ടുണ്ടാവും നിങ്ങൾക്കെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാവുന്ന ഏറ്റവും സിമ്പിൾ വേർഡ്സ് ഉപയോഗിച്ച് എഴുതിയിട്ടുള്ള ക്യാരക്ടർ സ്കെച്ചാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഏതെങ്കിലുമൊക്കെ വേർഡ്സ് നിങ്ങൾക്ക് കിട്ടാത്തതുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഡിക്ഷണറി റെഫർ ചെയ്ത് ഡിക്ഷണറിയെ ഒന്ന് പൊടി തട്ടിയെടുക്കുന്നതും പരിചയപ്പെടുന്നതുമൊക്കെ നന്നാവും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിവ്യൂ, അതുപോലെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അടുത്ത സെഷനുകളിലായിട്ട് ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.